നമസ്കാരം. ലോക സമ്പദ് വ്യവസ്ഥകളിൽ GDP-യുടെ അടിസ്ഥാനത്തിൽ 5-ാം സ്ഥാനത്താണ് ഇന്ന് ഭാരതം. 2014-ൽ അത് 10-ാം സ്ഥാനത്തായിരുന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മൾ വലിയൊരു നേട്ടം കൈവരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനിയിപ്പോൾ അടുത്ത ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ 3-ാം സ്ഥാനത്തേക്ക് എത്തുക എന്ന ലക്ഷ്യമാണ് ഭാരതത്തിനുള്ളത്, ഇന്നത്തെ സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെ രാജ്യം ഒരു മത്സരത്തിലാണ് എന്ന് തന്നെ പറയാം. മുമ്പിലുള്ള 2 രാജ്യങ്ങളെ നമ്മൾ മറികടക്കേണ്ടതുണ്ട്. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള കരുത്തരായ രാജ്യങ്ങളെ നമ്മൾ മറികടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനോടകം തന്നെ മറികടന്നു കഴിഞ്ഞു. അതുകൊണ്ട് രാജ്യം വലിയ ആത്മവിശ്വാസത്തിലുമാണ്. ബഡ്ജറ്റുകൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്കുള്ള ആ കുതിപ്പിനെ പിന്താങ്ങുന്നതായിരിക്കുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ ചൈനയ്ക്കും ബംഗ്ലാദേശിനും കൃത്യമായ പണി ഉണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. അത് 2 കാരണങ്ങളാലാണ്. ഒന്ന്, കളിപ്പാട്ട വിപണിയാണ്. ലോകത്തിൽ കളിപ്പാട്ട വിപണി നിയന്ത്രിക്കുന്നത്, കളിപ്പാട്ട വിപണിയിലെ രാജാവ് ചൈനയാണ്. ചൈനയിൽ നിർമ്മിക്കുന്ന കളിപ്പാട്ടങ്ങളാണ് ഇപ്പോൾ ലോകമെമ്പാടും വിറ്റഴിക്കപ്പെടുന്നത്. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മേഖലയിൽ ഇന്ത്യക്ക് വലിയ അവസരങ്ങളുണ്ട്, ഇന്ത്യക്ക് അതിൽ പലതും ചെയ്യാനാകും എന്ന് കണ്ടെത്തുകയും അതനുസരിച്ചിട്ടുള്ള ചില നയങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രൂപീകരിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ അതിൻ്റെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ചൈനയോളം എത്തിയില്ലെങ്കിലും ഇന്ത്യൻ കളിപ്പാട്ട വിപണി അത് വളരെയധികം സജീവമാണ്. ആഗോളതലത്തിൽ ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു കഴിഞ്ഞു. ഇതൊരു തുടക്കമാണ്. ഈ ചവിട്ടുപടിയിൽ നിന്നുകൊണ്ട് കുതിക്കാനാണ് രാജ്യം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിൽ വളരെ വ്യക്തമായ ലക്ഷ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. കളിപ്പാട്ട വിപണിയിൽ, അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളുടെ ഹബ്ബായി, ആഗോള ഹബ്ബായി ഈ രാജ്യത്തെ മാറ്റും. അതിനായി മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡ് ആക്കാനായി 5 വർഷത്തെ ഒരു മിഷൻ അത് രൂപീകരിക്കുകയാണ് കളിപ്പാട്ടവുമായി ബന്ധപ്പെട്ട് ഈ മേഖലയ്ക്ക്. അതുകൊണ്ട് തന്നെ മേക്ക് ഇന്ത്യ എ ഗ്ലോബൽ ഹബ് ഓഫ് ടോയ്സ് എന്നതാണ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ലക്ഷ്യം. അതായത് ഒരു ദേശീയ ആക്ഷൻ പ്ലാൻ ഈ കളിപ്പാട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വരും വർഷങ്ങളിൽ ഇന്ത്യ ആ രംഗത്ത് ചൈനയെ മറികടക്കാനുള്ള തയ്യാറെടുപ്പാണ് എന്ന് വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം, പരുത്തി കർഷകർക്കുള്ള ചില പ്രഖ്യാപനങ്ങളാണ്. 5 വർഷം കൊണ്ട് ഒരു ദേശീയ മിഷന് രൂപം കൊടുത്തിരിക്കുകയാണ്. അതായത് പരുത്തി കൃഷിയുടെ മേഖലയിൽ അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കർഷകർക്ക്, അല്ലെങ്കിൽ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ എടുക്കുന്നതിനുമാണ് ഈ 5 വർഷത്തെ ദേശീയ മിഷൻ. ഇത് തീർച്ചയായും പരുത്തി കർഷകർക്ക് വലിയ കൈത്താങ്ങ് നൽകുന്ന, അവർക്ക് ഏറ്റവും ആധുനികമായ ശാസ്ത്ര സാങ്കേതിക വിദ്യ നൽകാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പരുത്തി ഉൽപ്പാദനത്തിൽ വലിയ ഒരു കുതിച്ചുചാട്ടം ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് രാജ്യത്തെ ടെക്സ്റ്റൈൽ വിപണിക്ക് എന്ന് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ടെക്സ്റ്റൈൽ വിപണിക്ക് അത് ഊർജം നൽകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ പരുത്തി നിർമ്മാണത്തിൽ വലിയ കുതിപ്പ് നടത്തുകയും ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയുടേതായി പുറത്തു വരികയും ചെയ്താൽ തീർച്ചയായും അത് തിരിച്ചടിയാവുക മറ്റൊരു രാജ്യമായ ബംഗ്ലാദേശിനാണ്. ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. വലിയ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഇപ്പോഴുണ്ട്. 2 രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തന്നെ ഇപ്പോൾ തുലാസിലാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ പല രീതിയിൽ ബംഗ്ലാദേശ് ഇപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഹിന്ദുക്കളെ, ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആ ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നു, അവർക്കെതിരെ കലാപം അഴിച്ചുവിടുന്നു. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിലൂടെ ബംഗ്ലാദേശിനൊരു പണി കൊടുക്കുക എന്നത് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കളിപ്പാട്ട വിപണിയിലും പരുത്തി ടെക്സ്റ്റൈൽ മേഖലയിലും ഇന്ത്യ വലിയ കുതിച്ചുചാട്ടം നടത്തുന്നതോടുകൂടി പണിയാകുന്നത് ചൈനയ്ക്കും ബംഗ്ലാദേശിനുമാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് ബംഗ്ലാദേശിന് കൊടുത്ത പണിയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.